विद्महे सुवर्णपक्षाय धीमहि तन्नो गरुडः प्रचोदयात्. തിരുമൂലദേവൻ്റെ തിരുമന്ത്രം 8ാം തന്ത്രത്തിലെ ജ്ഞാനിയുടെ അവസ്ഥാവിശേഷത്തെക്കുറിച്ച് തിരുമൂലദേവൻ തുടർന്നും പറയുന്നു. അവൻ ഇവൻ ഈശനെന്ന് അൻപിനോടാഗ്രഹിച്ച് ശിവനവൻ ഈശനെന്ന സത്യത്തെ ആർക്കും അറിഞ്ഞിടാം. ശിവനുടെ ഭാവം കൊണ്ട ജനനങ്ങൾ കോടിയുണ്ടാം. ഭുവനങ്ങൾ പലതാകുമ്പോൾ ശിവനും മറഞ്ഞു പോകാം. ഭുവനങ്ങൾ അനേകമുണ്ടാകുമ്പോൾ ശിവചിന്ത വളരെ കുറഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. പല പല ഭുവനങ്ങളിൽ ശിവനെ പലരും ഈശ്വരനായി കരുതുന്നില്ല എന്നാണ് ഇവിടെ തിരുമൂലദേവൻ പറയുന്നത്. അവൻ ഇവൻ ഈശനെന്ന് അൻപിനോടാഗ്രഹിച്ച ശിവൻ ഇവൻ ഈശൻ എന്ന സത്യത്തെ ആർക്കും ഓർക്കാനാവുന്നില്ല. അപ്പോൾ ശിവനെ വേണ്ട പോലെ ആരും തിരിച്ചറിഞ്ഞിട്ടില്ല എന്നാണ് തിരുമൂലദേവൻ ഇവിടെ പറയുന്നത്. ശിവഭഗവാന്റെ മഹത്വം വേണ്ട പോലെ ആരും മനസ്സിലാക്കിയിട്ടില്ല. അനേകം ഭുവനങ്ങളുണ്ട്. ഈ ഭുവനങ്ങളിലെല്ലാം അവൻ ഇവൻ ഈശനെന്ന് അൻപിനോടാഗ്രഹിച്ച് ശിവൻ ഈശനെന്ന സത്യത്തെ ഓർക്കുന്നില്ല. ശിവൻ എന്ന സത്യത്തെ പലരും ഓർക്കുന്നില്ല. അവർ അനേകം ദേവന്മാരുടെ പിന്നാലെ പാഞ്ഞു പോകുന്നു. പല പല ദൈവങ്ങളുടെ പിന്നാലെ പാഞ്ഞു പോകുന്നു. സത്യത്തിൽ ശിവൻ ഏകനാണ്. ശിവൻ അദ്വിതീയനാണ്. ശിവൻ ആദിമധ്യാന്തഹീനനാണ്. അങ്ങനെയുള്ള സദാശിവനായ ഭഗവാനെ പലരും വേണ്ട പോലെ മനസ്സിലാക്കിയിട്ടില്ല. അപ്പോൾ പറഞ്ഞു വരുന്നതിൻ്റെ ചുരുക്കം ഇതാണ്: ശിവൻ്റെ യഥാർത്ഥ ശക്തിവിശേഷങ്ങളെ വേണ്ട പോലെ ഭക്തന്മാർ തിരിച്ചറിഞ്ഞിട്ടില്ല. അവർ മറ്റു പല ദൈവങ്ങളുടെയും പിന്നാലെ പാഞ്ഞു നടന്ന് ശിവനെ മറന്നു പോയിരിക്കുന്നു. ശിവനുടെ ഭാവം കൊണ്ട് ജനനങ്ങൾ കൂടിയുണ്ടാവും. ശിവൻ്റെ ചില ഭാവങ്ങൾ ചില ദൈവങ്ങൾക്ക് നാം കൽപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ശിവൻ്റെ സമ്പൂർണ്ണ കല 16 കലകളും ഒരേപോലെ പ്രകാശിക്കുന്ന ശിവൻ്റെ ആ രൂപത്തെ ആരും അറിയുന്നില്ല. 1 2 കലകൾ മാത്രം പ്രകാശിക്കുന്ന ചില ദൈവങ്ങളെ അവർ ആരാധ്യ ദൈവമായി കരുതി ആരാധിക്കുന്നു. അപ്പോൾ ശിവനെയാണ് ആരാധിക്കേണ്ടത്. ഇവിടെ തിരുമൂലദേവൻ പറയുന്നത് സത്യത്തിൽ ശിവനെയാണ് ആരാധിക്കേണ്ടത്. ശിവനാണ് സമ്പൂർണ്ണ കലകളുടെയും ഉടമയായിട്ടുള്ളവൻ. ശിവനാണ് സമ്പൂർണ്ണ ഈശ്വരൻ. അതായത് ശിവൻ്റെ ശക്തിവിശേഷത്തോട് കിടപിടിക്കാവുന്ന ആരും തന്നെ ഈ പ്രപഞ്ചത്തിൽ ദൈവങ്ങളായിട്ടില്ല. എല്ലാ ദൈവങ്ങളുടെയും അതിദേവനാണ് സദാശിവൻ. ഇതാ നോക്കൂ: നീരിൽ തണുപ്പും തീയിൽ ചൂടും തരുന്നതിന് ആരെ കടപ്പെട്ടുള്ളതെന്ന് താരറിഞ്ഞിടാൻ സൃഷ്ടിയിൽ കൂടി പ്രതിബിംബിച്ചു നിന്നിടുന്ന സൃഷ്ടികർത്താവാം ഈശനല്ലാതെ വേറെയുണ്ടോ? അപ്പോൾ ശിവനാണ് എല്ലാ സൃഷ്ടിയുടെയും കർത്താവായിട്ടുള്ള മഹാ ആചാര്യൻ. നീരിൽ തണുപ്പ് എപ്രകാരമാണോ കുടികൊള്ളുന്നത്, തീയിൽ എപ്രകാരമാണോ ചൂട് കുടികൊള്ളുന്നത്, അതുപോലെ എല്ലാ സൃഷ്ടിയുടെയും ആന്തരിക സത്തയായി നിൽക്കുന്നത് ഭഗവാൻ ശിവനാണ്. സൃഷ്ടിയിൽ കൂടി പ്രതിബിംബിച്ച് നിൽക്കുന്നത് ശിവൻ തന്നെയാണ്. അപ്പോൾ ശിവനെ കാണാൻ ഒരു പ്രയാസവുമില്ല. ഏത് സൃഷ്ടിയെ നോക്കിയാലും ആ സൃഷ്ടിയുടെ ഉള്ളിലേക്ക് നാം എത്തിച്ചേർന്നാൽ, ആ ഉള്ളിലേക്ക് കണ്ണുകളെ അയച്ചാൽ നാം കാണുന്നത് ശിവനെ ആയിരിക്കും. അപ്പോൾ ലോകത്തിലെ ഏത് സൃഷ്ടിയുടെയും പിന്നിൽ ശിവഭഗവാനാണ് എന്ന് ആർക്കും കാണാവുന്നതാണ്. എവിടെ തിരിഞ്ഞു നോക്കിയാലും ശിവനല്ലാതെ മറ്റാരുമില്ല. അപ്പോൾ ശിവനല്ലാതെ മറ്റൊരു ദൈവമില്ല എന്നാണ് ഇവിടെ തിരുമൂലദേവൻ നമ്മളോട് പറയുന്നത്. അപ്പോൾ ഇതാണ് തിരുമൂലദേവൻ പ്രധാനമായിട്ടും തിരുമന്ത്രത്തിൽ ശിവനല്ലാതെ മറ്റൊരു ദൈവമില്ല എന്ന് പറയുന്നത്.
വെറുമൊരു സാധാരണ വ്യക്തിയെന്ന് കരുതപ്പെട്ടിരുന്ന കൂട്ടുകാരനിൽ പെട്ടെന്ന് ഈശ്വരമഹിമ പ്രത്യക്ഷപ്പെട്ടാൽ അത് വീക്ഷിക്കുന്ന ആളിലുണ്ടാകുന്ന ഭാവപ്പകർച്ച വളരെ ഹൃദയസ്പർക്കായി നമുക്ക് അനുഭവപ്പെടും. അതായത് നാം കാണുന്ന ഏത് കൂട്ടുകാരനിലും ഏത് വ്യക്തിയിലും ശിവനെ തന്നെ നമുക്ക് കാണാൻ കഴിയും. അതോടെ ഭാവപ്പകർച്ച ഉണ്ടാകുന്നു. ആകാശം പോലെ ജഗത്ത് മുഴുവൻ വ്യാപിച്ചു നിൽക്കുന്ന ഒരു മഹാശക്തിയാണ് ശിവൻ. സർവശക്തികളുടെയും ഉറവിടമായി ശിവൻ പരിലസിക്കുന്നു. എവിടെയെല്ലാം പ്രവർത്തിക്കാനുള്ള ഉത്സാഹവും നേടാനുള്ള കഴിവും വീര്യവും വിക്രമവും കാണപ്പെടുന്നുവോ അതെല്ലാം അനന്തവീര്യനും അമിത വിക്രമനുമായ ഭഗവാന്റെ വിഭൂതിയുടെ വെറുമൊരു കണികയത്രേ. ശുദ്ധ സത്ത ഉണ്മ എന്ന നിലയിൽ പരമാത്മാവായ നിന്തിരുവടി എങ്ങും എല്ലാറ്റിലും സർവചരാചരങ്ങളിലും കുടികൊള്ളുന്നു. സർവം സമാപ്തോഷി. വസ്തുക്കളെല്ലാം ഉണ്മ ഈശ്വരനാകയാൽ ആ ഉണ്മയുടെ അഭാവത്തിൽ ഒരു വസ്തുവിനും നിലനിൽക്കാനാവില്ല എന്നതിനാൽ ഹേ ഭഗവാൻ, സത്താമാത്രനായ എല്ലാറ്റിലും അനുപ്രവേശിച്ചിരിക്കുന്ന നിന്തിരുവടി തന്നെ എല്ലാം. തതോ അസി സർവ. ആഴി തന്നെ എല്ലാ അലകളും മൺപാത്രങ്ങളെ ഒക്കെയും മണ്ണ് തന്നെ. നിന്തിരുവടിയുടെ അനന്തമഹിമയെ അറിയാതെ എന്ത് അപരാധങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ടോ അവയൊക്കെ പൊറുക്കണേ എന്നാണ് ഒരു ഭക്തൻ്റെ നിരന്തരമായ പ്രാർത്ഥന. അപ്പോൾ എല്ലാത്തിലും ഏതിലും ശിവതേജസ് തന്നെ കാണാൻ കഴിയുക. പ്രപഞ്ചത്തിൻ്റെ എല്ലാ സൃഷ്ടികളുടെയും പിന്നിൽ നാം കാണുന്നത്, ആ മൂന്നാം കണ്ണുകൊണ്ട് കാണുന്നത് ശിവനെ തന്നെയായിരിക്കും. അങ്ങനെ എല്ലാവരിലും ആ മൂന്നാം കണ്ണ് പ്രകാശിക്കട്ടെ. ശിവനാകുന്ന കണ്ണ്, ശിവതേജസ്സാകുന്ന കണ്ണ് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ നമുക്ക് ഈ അധ്യായത്തിൻ്റെ അടുത്ത പാഠലിലേക്ക് കിടക്കാം. ലോകങ്ങൾ ഏഴിലും തെല്ലാരുമേ അറിയാതുള്ള നാഥൻ വസിപ്പോരിടം ആരറിഞ്ഞിടുന്നോ. അപ്പോൾ ആരാണ് ശിവൻ്റെ വാസസ്ഥലം അറിയുന്നത് എന്നാണ് ഇവിടെ തിരുമൂലദേവൻ ചോദിക്കുന്നത്. നേരെ അറിയാൻ, സത്യത്തെ കാണാൻ കഴിവുള്ള അപൂർവം പേർക്ക് മാത്രമേ ശിവൻ്റെ വാസസ്ഥലമായ കൈലാസത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയൂ എന്നാണ് തിരുമൂലദേവൻ ഇവിടെ പറയുന്നത്. ഇതോടെ ജ്ഞാനിയുടെ അവസ്ഥ അവസാനിക്കുകയാണ്.